ചോദിച്ചിട്ടുള്ള ഒരു കാര്യം റോസ്മേരി വാട്ടർ ഏതാണ് നല്ലത്, ഏത് ഉപയോഗിച്ചാലാണ് നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുക എന്നുള്ളതാണ്. പിന്നെ അടുത്തത് എല്ലാവരും ചോദിച്ചിട്ടുള്ളത് റോസ്മേരി ഓയിലിനെ കുറിച്ചാണ്. അപ്പൊ റോസ്മേരി ഓയിൽ ഉപയോഗിക്കുന്നത് നല്ലതാണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് ജെനുവിൻ ഏതാണ് പിന്നെ ഫേക്ക് ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയാണ് കേട്ടോ. ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമുക്ക് നിങ്ങൾ പരസ്യങ്ങളായിട്ട് കാണുക. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഹെയർ കെയർ വീഡിയോ ആണ്. അപ്പോൾ ഹെയർ കെയറിൽ നമ്മൾ ഇന്ന് റോസ്മേരി വാട്ടർ, റോസ്മേരി ഓയിൽ ഇതിനെക്കുറിച്ചാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമ്മളിപ്പോൾ എവിടെ നോക്കിയാലും കേൾക്കുന്ന ഒരു സംഭവമാണ് റോസ്മേരി ഫോർ ഹെയർ എന്നുള്ളത്. അത് മാത്രമല്ല, ഇപ്പം നമ്മുടെ വീഡിയോയുടെ താഴെയാണെങ്കിലും കമൻറ്റിൽ ഞാൻ കാണാറുള്ളത് റോസ്മേരി വാട്ടർ ഏതാണ് നല്ലത്, റോസ്മേരി മുടിക്ക് നല്ലതാണോ, മുടി വളരുമോ, റോസ്മേരി ഓയിൽ എങ്ങനെയാണ് നമ്മുടെ മുടിയിൽ ഉപയോഗിക്കുക, ഇങ്ങനെയുള്ള സംശയങ്ങളാണ് എല്ലാവരും കമൻറ്റിലൂടെ ചോദിക്കുന്നത്. അപ്പോൾ റോസ്മേരിയെ കുറിച്ച് എനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾ പറഞ്ഞിട്ട് ഞാൻ ഉപയോഗിച്ച ഒരു റോസ്മേരി വാട്ടർ ഉണ്ട്. ഇതാണ് കേട്ടോ അത്. അപ്പം ഞാൻ ഇതിൻ്റെ ബ്രാൻഡ് നെയിമും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഇത് ഏതാണ് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് അത്യാവശ്യം ഫേമസ് ആണ്. നമ്മളിപ്പോൾ എവിടെ നോക്കിയാലും കാണുന്നത് ഈ ഒരു റോസ്മേരി വാട്ടറാണ്. പരസ്യങ്ങളാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പരസ്യങ്ങളുണ്ട് ഈ റോസ്മേരി വാട്ടറിനെ കുറിച്ച്. അപ്പം ഞാൻ എൻ്റെ വീഡിയോയുടെ താഴെ നോക്കുകയാണെങ്കിൽ ഇത് ഇപ്പം അധികം ഇല്ല കേട്ടോ. കുറച്ച് മുമ്പ് നിങ്ങൾ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് റോസ്മേരി വാട്ടർ. ഈ ഒരു ബ്രാൻഡിൻ്റെ റോസ്മേരി വാട്ടർ ഒന്ന് ഉപയോഗിച്ചിട്ട് ഒന്ന് റിവ്യൂ ചെയ്യുമെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ അങ്ങനെ ഏതെങ്കിലും ഒരു ഇത് വാങ്ങി അങ്ങനെ യൂസ് ചെയ്യാൻ എനിക്ക് വലിയ താല്പര്യം ഇല്ലായിരുന്നു കേട്ടോ. കാരണം ഞാൻ അങ്ങനെ ഹെയർ കെയർ പ്രൊഡക്റ്റുകൾ, ഷാമ്പൂ ഒക്കെ അല്ലാതെ ഞാൻ ഇങ്ങനെ വാങ്ങിക്കുന്ന പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുന്ന കുറവാണ് കേട്ടോ. നിങ്ങൾക്കറിയാലോ, നമ്മൾ സ്വന്തമായിട്ട് തയ്യാറാക്കുന്ന ഹെയർ സെറും ഹെയർ ടോണറൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. അപ്പം അങ്ങനെയാണ് കേട്ടോ ഞാൻ കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് നിങ്ങൾ പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ഉപയോഗിച്ച് നോക്കിയത്. അത് മാത്രമല്ല, അത്യാവശ്യം എല്ലാവരും നല്ല റിവ്യൂസ് ആണ് ഇതിന് പറയുന്നത്. അപ്പോൾ ശരിയാണോ എന്നുള്ളത് നമുക്ക് അറിയണമല്ലോ. ശരിയാണെങ്കിൽ നമ്മൾ അത് അറിയാതെ പോകരുതല്ലോ. അപ്പോൾ അതുകൊണ്ട് മാത്രം ഞാൻ ഉപയോഗിച്ച് നോക്കിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടുള്ള എൻ്റെ ജെന്യുവൻ ആയിട്ടുള്ള റിവ്യൂ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു തരാം കേട്ടോ. ഇത് ഒരിക്കലും ഒരു പ്രൊമോഷൻ വീഡിയോ അല്ല. ഈ പ്രൊഡക്റ്റ് ഒരിക്കലും ഞാൻ പ്രൊമോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുമില്ല. അപ്പോൾ ഞാൻ ഉപയോഗിച്ചിട്ട് എന്താണോ എനിക്ക് ഫീൽ ചെയ്തത്, നല്ലതാണോ മോശമാണോ, എന്തെങ്കിലും മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടോ, നല്ല റിസൾട്ടാണോ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാം. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ സ്വന്തമായിട്ട് തയ്യാറാക്കിയ റോസ്മേരി വാട്ടർ ഉണ്ടല്ലോ, അതും ഉണ്ട് കേട്ടോ. ഇത് ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇത് രണ്ടും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത് ഏകദേശം ഞാൻ ഉപയോഗിച്ചിട്ട് തീരാറായിട്ടുള്ളതാണ്. ഒരു മാസം കംപ്ലീറ്റ് ഉപയോഗിച്ചോ എന്ന് ചോദിച്ചാൽ കംപ്ലീറ്റ് ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ഏകദേശം ഒരു മാസത്തോളം ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു റിവ്യൂ ആണ് ഞാൻ പറയുന്നത്. പിന്നെ നമ്മൾ തയ്യാറാക്കിയുള്ള റോസ്മേരി വാട്ടർ, ഇത് രണ്ടും ഉപയോഗിച്ചിട്ട് എനിക്ക് ഏതാണ് നല്ലതായിട്ട് തോന്നിയത്, ഏതിനാണ് നല്ലൊരു റിസൾട്ട് തരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ പറഞ്ഞുതരാം. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾ റോസ്മേരി ഓയിലിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ റോസ്മേരി ഓയിൽ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, റോസ്മേരി ഓയിൽ ഉപയോഗിച്ചാൽ മുടി വളരും, അങ്ങനെയും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, ഇത് ഉപയോഗിച്ചാൽ ഗുണമുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജിഷ. നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടു നോക്കുക. നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണ്, യൂസ്ഫുൾ ആവുകയാണ് തോന്നുകയാണെങ്കിൽ മാത്രം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റുകളെ കുറിച്ച് പറയുന്നതിന് മുമ്പായിട്ട് എല്ലാവരും ചോദിച്ചിട്ടുള്ള ഒരു കാര്യം റോസ്മേരി നല്ലതാണോ എന്നുള്ളതാണ്, മുടിക്ക് നല്ലതാണോ എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ മുടിക്ക് റോസ്മേരി നല്ലത് തന്നെയാണ് കേട്ടോ. അത് എല്ലാവർക്കും ചേരണമെന്നില്ല. റോസ്മേരി നമ്മുടെ മുടിക്ക് സ്യൂട്ട് ആവുമെങ്കിൽ, അത് നമ്മുടെ മുടിക്ക് നന്നായിട്ട് ചേരുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മുടിക്ക് ഏറ്റവും നല്ലത് തന്നെയാണ് കേട്ടോ. ഞാനിത് ഇപ്പോൾ കുറച്ചായി, ഞാനൊരു 2-3-4 മാസത്തോളമായിട്ട് റോസ്മേരി ഉപയോഗിക്കുന്നുണ്ട്. മോർണിംഗ് ഹെയർ കെയർ, നൈറ്റ് ഹെയർ കെയർ, അങ്ങനെയൊക്കെ നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. റോസ്മേരി ഉപയോഗിച്ചുള്ള പാക്ക് ചെയ്തിട്ടുണ്ട്, റോസ്മേരിയുടെ ഹെയർ സെറം നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ ഉപയോഗിച്ച് നോക്കിയത് തന്നെയാണ് കേട്ടോ. എൻ്റെ മുടിക്ക് അത്യാവശ്യം നന്നായിട്ട് തന്നെ റോസ്മേരി ചേരുന്നുണ്ട്. അതുകൊണ്ട് നല്ല എന്താ പറയുക, നമ്മുടെ മുടിക്ക് സ്യൂട്ട് ആവുമെങ്കിൽ നല്ലൊരു റിസൾട്ട് തന്നെ നമുക്ക് കിട്ടും. എന്താ പറയുക, നമ്മുടെ സ്കാൽപ്പൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും ഹെയറിന് ഒരു റീഗ്രോത്ത് കൊടുക്കാനൊക്കെ നന്നായിട്ട് റോസ്മേരി സഹായിക്കുന്നുണ്ട് കേട്ടോ. അത് ഒറ്റ പ്രാവശ്യം ഉപയോഗിക്കുക, ഒരാഴ്ച ഉപയോഗിക്കുക, അങ്ങനെയല്ല. നമ്മൾ ഒരു മാസമൊക്കെ ഉപയോഗിച്ചാൽ മാത്രമേ അതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് അറിയാൻ വേണ്ടി പറ്റുള്ളൂ കേട്ടോ. കുഞ്ഞു പുതിയ മുടികളൊക്കെ വളരുന്നതായിട്ട് നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യും. അപ്പം റോസ്മേരി ഉപയോഗിച്ചിട്ടുള്ളവർക്ക് അതിൻ്റെ റിസൾട്ട് അറിയാൻ വേണ്ടി പറ്റും. അപ്പോൾ റോസ്മേരി നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റോസ്മേരി നല്ലത് തന്നെയാണ്. അത് ഉപയോഗിക്കേണ്ട രീതിയിൽ നമ്മൾ കറക്റ്റായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ, നമ്മുടെ മുടിക്ക് സ്യൂട്ട് ആവുമെങ്കിൽ റോസ്മേരി നമ്മുടെ മുടിക്ക് ഏറ്റവും നല്ലതാണ് കേട്ടോ. പിന്നെ നിങ്ങൾ ചോദിച്ചിട്ടുള്ള ഒരു കാര്യം റോസ്മേരി വാട്ടർ ഏതാണ് നല്ലത്, ഏത് ഉപയോഗിച്ചാലാണ് നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുക എന്നുള്ളതാണ്. ഞാൻ അങ്ങനെ ആരോടും അങ്ങനെ ഇന്നൊരു ബ്രാൻഡ് ഉപയോഗിക്കുക അങ്ങനെയൊന്നും ഒരിക്കലും ഞാൻ പറഞ്ഞു കൊടുക്കാറില്ല. അത് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ഞാനത് ഉപയോഗിക്കണം എന്ന് ഞാൻ പറയാറുള്ളൂ. ഞാൻ ഉപയോഗിക്കാതെ ഒരിക്കലും ഞാൻ പറയലില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ ഉപയോഗിച്ച ഒരു റോസ്മേരി വാട്ടർ ആണ് ഇത്. അപ്പം ഇതാണ് എല്ലാവരും ചോദിക്കുന്നത്, ഈ ഒരു റോസ്മേരി വാട്ടർ നല്ലതാണോ, ഇത് ഉപയോഗിച്ചാൽ നമുക്ക് റിസൾട്ട് കിട്ടുമോ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാനിത് ഏകദേശം ഒരു മാസത്തോളം ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്.
എനിക്ക് അങ്ങനെ എന്താ പറയുക, ഞാൻ അതുകൊണ്ടാണ് ഞാൻ ബ്രാൻഡ് നെയിം പറയുന്നില്ല എന്ന് ഞാൻ പറഞ്ഞത്. എനിക്കൊരു ബ്രാൻഡ് അങ്ങനെ എന്താ പറയുക, അത് അങ്ങനെ ഇതാക്കി പറയാൻ എനിക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ബ്രാൻഡ് നെയിം ഞാൻ പറയാത്തത്. അപ്പോൾ ഇത് ഉപയോഗിച്ച് നോക്കിയിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വലിയ നല്ലൊരു റിസൾട്ട് കിട്ടിയെന്ന് വെച്ചാൽ ഒരിക്കലും എനിക്ക് അങ്ങനെ ഒരു റിസൾട്ട് കിട്ടിയിട്ടില്ല. ഞാൻ പ്രതീക്ഷിച്ച ഒരു റിസൾട്ട് എനിക്ക് കിട്ടിയില്ല. കാരണം നമ്മൾ ഈ സോഷ്യൽ മീഡിയ തുറന്നാൽ കാണുന്നത് ഈ ഒരു റോസ്മേരി വാട്ടറിൻ്റെ പരസ്യം മാത്രമാണ്. അപ്പോൾ അതിലൂടെ നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മളെപ്പോഴും പരസ്യത്തെ പരസ്യമായിട്ട് തന്നെ കാണുക കേട്ടോ. അതൊരിക്കലും ഒരു ജെനുവിൻ റിവ്യൂ ആയിരിക്കില്ല. ചിലപ്പോൾ അതിനകത്തും ജെനുവിൻ റിവ്യൂ ഉണ്ടാവാം, പക്ഷേ നമ്മളിങ്ങനെ എന്താ പറയുക, ഒരുപാട് ഇങ്ങനെ പരസ്യങ്ങളുടെ പുറകെ പോകുമ്പോൾ നമുക്ക് ആ ജെനുവിൻ എന്നുള്ളൊരു കാര്യം നമുക്ക് അവിടെ നഷ്ടമാവും. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, അങ്ങനെ ഈ ഒരു പ്രൊഡക്റ്റ് പറ്റ മോശമാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അങ്ങനെ മോശം അഭിപ്രായം ഇല്ല കേട്ടോ. ഇത് ഉപയോഗിച്ചത് കൊണ്ട് എനിക്ക് ഒരിക്കലും എൻ്റെ മുടിക്ക് ഇങ്ങനെ ദോഷമായിട്ടുള്ളൊരു കാര്യമോ അങ്ങനെ മുടി പൊഴിഞ്ഞു പോവുകയോ അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിച്ചിട്ടില്ല. പക്ഷേ നല്ലൊരു റിസൾട്ട് കിട്ടിയോ എന്ന് ചോദിച്ചാൽ അങ്ങനെയും ഇല്ല കേട്ടോ. കാരണം നമ്മൾ ഇതിനു മുമ്പ് നമ്മൾ തന്നെ തയ്യാറാക്കിയിട്ടുള്ള റോസ്മേരി വാട്ടർ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് അത് നിർത്തി വെച്ചിട്ട് ഞാൻ ഇത് ഉപയോഗിച്ചത്. പക്ഷേ ഇത് ഉപയോഗിച്ച സമയത്ത് എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 2 ആഴ്ച 3 ആഴ്ച കൊണ്ട് തന്നെ നമ്മുടെ മുടിയിൽ ആ ഒരു വ്യത്യാസം എനിക്ക് അറിയുന്നുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഞാൻ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. മോർണിംഗ് ഹെയർ കെയറിൽ, നൈറ്റ് ഹെയർ കെയറിലൊക്കെ ഇതൊരു ടോണറായിട്ട്, അതല്ലാതെ നമ്മളൊരു പാക്കായിട്ടൊക്കെ ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. അതിൻ്റെ വീഡിയോസും നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് തന്നെ ആ ഒരു ബെറ്റർ റിസൾട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് നിർത്തിയിട്ട് ഇത് യൂസ് ചെയ്ത സമയത്ത് വലിയ ദോഷം എനിക്ക് പറയാൻ തക്ക വിധം അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല. പക്ഷേ അങ്ങനെ വലിയ നല്ലൊരു റിസൾട്ട് കിട്ടിയോ എന്ന് ചോദിച്ചാൽ, നമ്മൾ പ്രതീക്ഷിക്കുന്ന, നമ്മൾ ഈ കേൾക്കുന്ന റിസൾട്ട് കിട്ടിയോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും എനിക്ക് അങ്ങനെ ഒരു റിസൾട്ട് കിട്ടിയിട്ടില്ല. പിന്നെ എനിക്കിത് ഉപയോഗിച്ചിട്ട് ഒരു എന്താ പറയുക, ഒരു നെഗറ്റീവ് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുടി വല്ലാതെ ഡ്രൈ ആവുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. ഞാനിത് ഉപയോഗിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ നൈറ്റ് ഹെയർ കെയറിലാണ് ഞാനിത് ഉപയോഗിച്ചത്. നൈറ്റ് നമ്മുടെ സ്കാൽപ്പിൽ കുറച്ച് സ്പ്രേ ചെയ്ത്, മുടിയിലും കുറച്ച് സ്പ്രേ ചെയ്തിട്ട് മസാജ് ചെയ്തിട്ട് ഒന്ന് ഡ്രൈ ആയിട്ട് കെട്ടി വെക്കുക. ഇങ്ങനെയാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് എനിക്കത് ഡ്രൈ ആയിട്ട് നമ്മളൊന്ന് ചെറിയൊരു മസാജ് കൊടുക്കുന്ന സമയത്ത് തന്നെ വല്ലാണ്ട് ഒരു ഡ്രൈനെസ്, പിന്നെ മുടി ഇങ്ങനെ ഒരു ചകിരി പോലെ ആവുന്ന ഒരു ഫീല് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. നിങ്ങളിത് ഉപയോഗിച്ചിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളത് കമൻറ്റ് ചെയ്യണം കേട്ടോ. എല്ലാവർക്കും ഒരുപോലെ ആവണമെന്നില്ലല്ലോ, ചിലവർക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളവരുണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഇത് കമൻറ്റ് ചെയ്യണം. പിന്നെ നമ്മളിങ്ങനെ റോസ്മേരി വാട്ടർ ഉപയോഗിച്ച് ടോണർ തയ്യാറാക്കുന്ന സമയത്ത് അതിനകത്ത് റോസ്മേരി എന്തായാലും അത്യാവശ്യം മുടിക്ക് ഡ്രൈനെസ് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നമ്മൾ അതിനകത്ത് ഡ്രൈനെസ് കുറയ്ക്കാനായിട്ട് ഓയിൽ ആഡ് ചെയ്യുന്നുണ്ട്, നമ്മൾ വൈറ്റമിൻ ഇ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അല്ലെങ്കിൽ വൈറ്റമിൻ ഇ ഇല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഓയിൽ ആഡ് ചെയ്തോളാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആഡ് ചെയ്തിട്ടാണ് നമ്മളെ ടോണർ തയ്യാറാക്കിയത്. അപ്പോൾ ഒട്ടും തന്നെ നമുക്ക് ഡ്രൈനെസ് ഫീൽ ചെയ്യില്ല. പക്ഷേ എനിക്ക് ഇത് ഉപയോഗിച്ചപ്പോൾ അത്യാവശ്യം മുടി ഒരു ചകിരി പോലെ ആവുന്നത് പോലെയോ അങ്ങനെ ഒരു ഫീൽ ചെയ്തു. അടുപ്പിച്ച് കുറച്ച് ദിവസം ഉപയോഗിച്ച സമയത്ത് മുടി ഇങ്ങനെ വല്ലാണ്ട് ഡ്രൈ ആയിട്ട് പൊട്ടിപ്പോകുന്ന ആ ഒരു ഫീൽ എനിക്ക് ഫീൽ ചെയ്തു. അതാണ് എനിക്കൊരു നെഗറ്റീവായിട്ട് തോന്നിയത്. പിന്നെ എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, പിന്നെ ഇങ്ങനെയൊക്കെ എന്തായാലും പ്രൊഡക്റ്റുകൾ വാങ്ങിക്കുന്ന സമയത്ത് എന്തായാലും അതിനകത്ത് പിന്നെ ഫ്രാഗ്രൻസ് അല്ലെങ്കിൽ പ്രിസർവേറ്റീവ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടായിരിക്കുമല്ലോ വരുന്നുണ്ടാവുക. അപ്പോൾ അതിനേക്കാളും എനിക്ക് തോന്നുന്നു പിന്നെ നമ്മൾ സ്വന്തമായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുമെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്ത് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, നമുക്കിത് ഫ്രിഡ്ജിലൊന്നും സ്റ്റോർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഹോസ്റ്റലിൽ താമസിക്കുന്നവർക്കാണെങ്കിൽ ഒരു യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ ആണെങ്കിൽ നമുക്കിത് കയ്യിൽ കൊണ്ടുപോകാം. പക്ഷേ ഇത് നമ്മൾ തയ്യാറാക്കുന്നതെന്ന് വെച്ചാൽ നമുക്കിത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യണം. ഒരു ദിവസം 2 ദിവസമൊക്കെ ഇത് നമുക്ക് പുറത്ത് വെച്ച് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഒരാഴ്ചയൊക്കെ നമുക്ക് എടുത്ത് വെക്കണമെങ്കിൽ നമ്മളിത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യണം. അത് മാത്രമേ എനിക്ക് നമ്മൾ ഉണ്ടാക്കുന്നതിൽ ഒരു നെഗറ്റീവായിട്ട് തോന്നിയിട്ടുള്ളൂ. പിന്നെ അതിനൊക്കെ സൗകര്യം ഉള്ളവരാണെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മൾ തയ്യാറാക്കുന്ന പിന്നെ റോസ്മേരി വാട്ടർ ആയിരിക്കും കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളതും ഒരു ബെറ്റർ റിസൾട്ട് തരുന്നതും. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ഫ്രഷ് സ്മെല്ലും ആ ഒരു ഫ്രഷ് ഫീലൊക്കെ കിട്ടുന്നത് നമ്മൾ തയ്യാറാക്കുന്ന ആ ഒരു റോസ്മേരി വാട്ടറിൽ തന്നെയാണ് കേട്ടോ. ഇത് ഇപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുന്നവർ എനിക്ക് തോന്നുന്നു പലരും ഇത് ഉപയോഗിച്ചിട്ടുണ്ടാവും, നമ്മൾ തയ്യാറാക്കിയതും ചിലപ്പോൾ ഉപയോഗിച്ചിട്ടുണ്ടാവും. അങ്ങനെയുള്ളവരാണെങ്കിൽ നിങ്ങളുടെ റിവ്യൂ എന്താണെന്നുള്ളത് ജെന്യുവൻ ആയിട്ട് പറയണം കേട്ടോ. ആരെയും എന്താ പറയുക പ്രൊമോട്ട് ചെയ്യാനോ അങ്ങനെയൊന്നും പറയരുത്, ജെന്യുവൻ ആയിട്ട് നിങ്ങൾ പറയണം. പിന്നെ ഞാൻ ഒരിക്കലും ഈ ഒരു പ്രൊഡക്റ്റിനെ മോശമാക്കിയിട്ട് ഇത് തീരെ മോശം അങ്ങനെയല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾ അങ്ങനെ ഒരിക്കലും കാണരുത്. ഇത് തേച്ചതുകൊണ്ട് എനിക്ക് ഒരു മോശം അനുഭവം എന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ ഡ്രൈനെസ് ആണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ അങ്ങനെ മുടി പൊഴിഞ്ഞു പോവുക അങ്ങനത്തെ ഫീലുകളും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ എന്താ വെച്ചാൽ, നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന ആ ഒരു റിസൾട്ട് കിട്ടിയെന്ന് വെച്ചാൽ ഒരിക്കലും ആ റിസൾട്ട് കിട്ടിയില്ല. നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുമ്പോൾ എന്താ വെച്ചാൽ പിന്നെ 2 ദിവസം കൊണ്ടും 3 ദിവസം കൊണ്ടും ഒരാഴ്ച കൊണ്ടൊക്കെ മുടിയൊക്കെ ഇങ്ങനെ വരുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അങ്ങനത്തെ ഒരു റിസൾട്ട് എനിക്ക് ഒരിക്കലും ഇതിനകത്ത് കിട്ടിയിട്ടില്ല. അപ്പോൾ അത് മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഒരു നല്ലൊരു റിസൾട്ട് 1 മാസം കൊണ്ട് എനിക്ക് ഫീൽ ചെയ്തത് നമ്മൾ തയ്യാറാക്കുന്ന റോസ്മേരി വാട്ടറിൽ തന്നെയാണ് കേട്ടോ. പിന്നെ നിങ്ങൾ ഇങ്ങനെയൊക്കെ പ്രൊഡക്റ്റ് ഒക്കെ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എന്താ പറയുക പരസ്യങ്ങളായിട്ട് തന്നെ കാണുക കേട്ടോ. അത് പരസ്യമാണ്. അപ്പോൾ ഒരിക്കലും അതൊരു ജെനുവിൻ റിവ്യൂ ആയിട്ട് കാണരുത്. അങ്ങനെയും പറയുന്നില്ല കേട്ടോ. ചിലപ്പോൾ അതിനകത്ത് ജെനുവിൻ നല്ല പ്രൊഡക്റ്റുകൾ ഉണ്ടാവാം. പക്ഷേ നമുക്ക് ഇപ്പോൾ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് ജെനുവിൻ ഏതാണ് പിന്നെ ഫേക്ക് ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയാണ് കേട്ടോ. ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമുക്ക് നിങ്ങൾ പരസ്യങ്ങളായിട്ട് കാണുക. പിന്നെ നമ്മൾ റോസ്മേരി ലീവ്സ് വാങ്ങിച്ചിട്ട് എങ്ങനെയാണ് റോസ്മേരി വാട്ടർ തയ്യാറാക്കേണ്ടതെന്ന് എല്ലാവർക്കും അറിയാം. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ചുരുക്കി ഒന്ന് പറഞ്ഞുതരാം.
ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ റോസ്മേരി ലീവ്സ് വാങ്ങിക്കാൻ ഇപ്പോൾ നമുക്ക് അങ്ങാടി കടകളിലൊക്കെ ഫ്രഷ് ആയിട്ട് കിട്ടുന്നു പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ. എനിക്കറിയില്ല, ഞാൻ ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ല. എന്നോട് കുറച്ച് പേര് കമൻറ്റിലൂടെ പറഞ്ഞതാണ് കേട്ടോ. റോസ്മേരി വീട്ടിൽ നട്ട് വളർത്തിയിട്ടുള്ളവർ വേറെ ഉണ്ട് എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇതുവരെ സത്യം പറഞ്ഞാൽ ഞാൻ റോസ്മേരി ഞാൻ കണ്ടിട്ടില്ല. ഞാനിങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടാണ് കേട്ടോ റോസ്മേരിനെ കുറിച്ച് അറിയുന്നത് തന്നെ. അപ്പോൾ ഞാൻ റോസ്മേരിയുടെ ഡ്രൈഡ് ലീവ്സ് ആണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് എന്നുള്ളത് പറഞ്ഞുതരാം കേട്ടോ. നിങ്ങളിപ്പോൾ ഒറ്റ യൂസിനൊക്കെ ആണെങ്കിൽ ഒരു 2 സ്പൂൺ അളവിൽ, ഒറ്റ യൂസിനല്ല, നിങ്ങൾക്കിപ്പോൾ ഒരു ടോണറായിട്ട് ഉപയോഗിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഒരാഴ്ച വരെ തയ്യാറാക്കാൻ ഉള്ളതുണ്ട്. പാക്കായിട്ട് ഉപയോഗിക്കുന്നെങ്കിൽ ഒറ്റ യൂസിന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങളൊരു 2 സ്പൂൺ അളവിൽ റോസ്മേരിയുടെ ഡ്രൈഡ് ലീവ്സ് എടുക്കുക. അതിനകത്തേക്ക് ഏകദേശം ഒരു 1.5 ഗ്ലാസ് അളവിൽ നിങ്ങൾ വെള്ളം ചേർക്കുക. എന്നിട്ട് അത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. തിളപ്പിക്കാന്ന് വെച്ചാൽ ഒരു 10 മിനിറ്റ് നേരം നന്നായിട്ട് തന്നെ തിളപ്പിക്കുക കേട്ടോ. 1.5 ഗ്ലാസ് വെള്ളം 1 ഗ്ലാസ് ആവുന്ന ആ ഒരു സമയം വരെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. എന്നിട്ട് തണുത്തിട്ട് അത് അരിച്ചെടുക്കുക. അപ്പോൾ നിങ്ങൾ പാക്കായിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ മുടിയിൽ കുറച്ച് ഓയിൽ തേച്ചിട്ട് റോസ്മേരി വാട്ടർ നന്നായിട്ട് തന്നെ തലയിലും സ്കാൽപ്പിലൊക്കെ, മുടിയിൽ തേക്കേണ്ട ആവശ്യമില്ല, സ്കാൽപ്പിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് വെറുതെ വെള്ളത്തിൽ കഴുകുക, അല്ലെങ്കിൽ താടി ഉപയോഗിച്ച് കഴുകുക. ഇങ്ങനെയാണ് റോസ്മേരി വാട്ടർ നമ്മളൊരു പാക്കായിട്ട് ഉപയോഗിക്കുന്നത്. അതും നിങ്ങൾ ഡെയിലി ഉപയോഗിക്കരുത്. പാക്കായിട്ടാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ആഴ്ചയിൽ ഒരു 2 തവണ അങ്ങനെയൊക്കെ നിങ്ങൾ റോസ്മേരി വാട്ടർ ഉപയോഗിച്ചാൽ മതി. ഇനി നിങ്ങൾ ടോണർ ആയിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് ഞാൻ പറഞ്ഞത് നമ്മൾ മോർണിംഗ് ഹെയർ കെയറിൽ, നൈറ്റ് ഹെയർ കെയറിലൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. റോസ്മേരി വാട്ടർ ഇപ്പോൾ നമ്മൾ തയ്യാറാക്കിയില്ല, ആ രീതിയിൽ തയ്യാറാക്കുക. അതിനകത്തേക്ക് ഏതെങ്കിലും ഒരു ഓയിൽ, നിങ്ങൾ ഉപയോഗിക്കുന്ന ഓയിൽ ആയിക്കോട്ടെ, അതാണെങ്കിലും മതി. അല്ലെങ്കിൽ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ഉണ്ടെങ്കിൽ ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. നിങ്ങളൊരു ബോട്ടിലേക്ക് ആക്കി വെക്കുക. എന്നിട്ട് നിങ്ങൾക്കത് ഫ്രിഡ്ജിൽ ഒരാഴ്ച വരെ നിങ്ങൾക്കത് സ്റ്റോർ ചെയ്യാം. എന്നിട്ട് മോർണിംഗ് ഹെയർ കെയറിൽ, നൈറ്റ് ഹെയർ കെയറിലൊക്കെ ഒരു ടോണർ ആകുമ്പോൾ നമ്മൾ കൂടിയ അളവിൽ ഉപയോഗിക്കാറില്ല. സ്കാൽപ്പിലേക്ക് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്ത്, മുടിയിലേക്ക് സ്പ്രേ ചെയ്തിട്ട് മസാജ് ചെയ്തിട്ട് ഡ്രൈ ആയിട്ട് കെട്ടി വെക്കുക. ഇത്ര മാത്രമാണ് നമ്മൾ ഒരു ടോണറായിട്ട് മോർണിംഗ് ഹെയർ കെയറിലും നൈറ്റ് ഹെയർ കെയറിലും റോസ്മേരി വാട്ടർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ഉപയോഗിക്കുമ്പോഴാണ് എനിക്കൊരു ബെറ്റർ റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ തയ്യാറാക്കിയിട്ടുള്ള റോസ്മേരി വാട്ടർ ആണ് കേട്ടോ. ഇതിൻ്റെ കളർ കണ്ട ആ ഒരു സ്മെല്ലും ഇതിൻ്റെ ആ ഒരു കളറും തന്നെ, ആ ഒരു സ്മെല്ല് എല്ലാവർക്കും ഇഷ്ടമാവുന്നതാണ് കേട്ടോ. മുടിയിലേക്ക് അങ്ങനെ ഒരു മോശം സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല. നല്ലൊരു ഫ്രഷ് ആയിട്ടുള്ളൊരു സ്മെല്ലായിരിക്കും. അപ്പോൾ ആ രീതിയിലാണ് ടോണറായിട്ട് ഉപയോഗിക്കുക. പാക്കായിട്ട് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ കംഫർട്ട് ആ രീതിയിൽ നിങ്ങൾ ഉപയോഗിക്കുക. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു റോസ്മേരി വാട്ടർ നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജെന്യുവൻ ആയിട്ടുള്ള റിവ്യൂ നിങ്ങൾ താഴെ കമൻറ്റിലൂടെ പറയണം. അത് എനിക്ക് വേണ്ടി മാത്രമല്ല, ഇത് വാങ്ങിച്ച് ഉപയോഗിക്കാൻ താല്പര്യമുള്ള ഒരുപാട് പേരുണ്ടാവും. ഇത് വാങ്ങിച്ച് വെച്ചിട്ട് ഉപയോഗിക്കാൻ പേടിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതെനിക്ക് കമൻറ്റ് കണ്ടപ്പോൾ മനസ്സിലായിട്ട്, അജി ഞാനിത് വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്, അപ്പോൾ ഒന്ന് റിവ്യൂ ചെയ്യൂ, എന്നിട്ട് ഞങ്ങൾ ഉപയോഗിക്കാമെന്ന് പറയുന്ന കുറച്ച് പേരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ ഉപയോഗിച്ച റിവ്യൂ ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ നിങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളവരാണെങ്കിൽ എന്തായാലും നിങ്ങളുടെ ജെന്യുവൻ റിവ്യൂ നമ്മുടെ കമൻറ്റിൽ നിങ്ങൾ പറയുക. എന്നാൽ അത് മറ്റുള്ളവർക്കും കൂടി ഹെൽപ്ഫുൾ ആവുമല്ലോ. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ ചെയ്യുക കേട്ടോ. പിന്നെ അടുത്തത് എല്ലാവരും ചോദിച്ചിട്ടുള്ളത് റോസ്മേരി ഓയിലിനെ കുറിച്ചാണ്. അപ്പോൾ റോസ്മേരി ഓയിൽ ഉപയോഗിക്കുന്നത് നല്ലതാണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. റോസ്മേരി ഓയിൽ എന്ന് പറയുമ്പോൾ ഇത് റോസ്മേരി എസെൻഷ്യൽ ഓയിലാണ് കേട്ടോ. ഞാൻ റോസ്മേരി ഓയിൽ അല്ലാതെ ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ഞാൻ ഇതുവരെ തയ്യാറാക്കി നോക്കിയിട്ടുമില്ല. എസെൻഷ്യൽ ഓയിലാണ് ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ടുള്ളത്. എസെൻഷ്യൽ ഓയിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മുടിക്ക് അത് ചേരുമെങ്കിൽ, എല്ലാവർക്കും എല്ലാം ചേരണം എന്നില്ലല്ലോ, നമ്മുടെ മുടിക്ക് ചേരുമെങ്കിൽ എസെൻഷ്യൽ ഓയിൽ നമ്മുടെ മുടിയിൽ ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മുടിയിൽ ഏത് ഓയിലാണോ ഉപയോഗിക്കുന്നത് അത് എടുക്കുക കേട്ടോ. കാച്ചെണ്ണയാണെങ്കിൽ കാച്ചെണ്ണ, കാച്ചാതെ ഉപയോഗിക്കുന്നത്, സാധാരണ നമ്മുടെ വെളിച്ചെണ്ണ മാത്രം ഉപയോഗിക്കുന്നവരുണ്ട്. അങ്ങനെയാണെങ്കിലും ആ ഓയിൽ നിങ്ങൾ എടുക്കുക. നിങ്ങൾക്ക് എത്രമാത്രം മുടിയിലേക്ക് ഓയിൽ വേണോ അതിനനുസരിച്ച് എടുക്കുക കേട്ടോ. ഞാൻ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മുടിയിൽ ഡീപ്പ് ഹെയർ ഓയിലിംഗ് ചെയ്യുന്ന ദിവസമാണ് ഞാൻ ഈ ഒരു എസെൻഷ്യൽ ഓയിൽ ഉപയോഗിക്കുന്നത്. എസെൻഷ്യൽ ഓയിൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ ഡെയിലി മുടിയിൽ ഉപയോഗിക്കുന്നത് അത്ര നല്ലതല്ല. ഒരുപാട് കൂടിയ അളവിൽ നമ്മുടെ മുടിയിൽ ഉപയോഗിക്കുന്നത് അത്ര നല്ലതല്ല കേട്ടോ. ഓയിൽ നല്ലതാണെന്ന് വെച്ചിട്ട് നമ്മൾ ഒരു സാധനം പരിധി കൂടുതലായി കഴിഞ്ഞാൽ അത് നമുക്ക് ദോഷം ചെയ്യും. അപ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അപ്പോൾ ഡീപ്പ് ഹെയർ ഓയിലിംഗ് ചെയ്യുന്ന ദിവസം നിങ്ങൾ ഇത് ഉപയോഗിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ലത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ മുടിക്ക് എത്രമാത്രം ഓയിൽ വേണോ അത് നിങ്ങൾ എടുക്കുക. അതിനകത്തേക്കാണ് നമ്മൾ ഈ എസെൻഷ്യൽ ഓയിൽ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ എസെൻഷ്യൽ ഓയിൽ എന്ന് പറയുമ്പോൾ നമ്മളൊരു 2 ഡ്രോപ്പ് അല്ലെങ്കിൽ 3 ഡ്രോപ്പ്, ഇതിൽ കൂടുതൽ നിങ്ങൾ ചേർക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു അളവിൽ ഓയിലിലേക്ക് നിങ്ങൾ ചേർത്ത് കൊടുക്കുക കേട്ടോ. ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ സ്കാൽപ്പിൽ നന്നായിട്ട് ഇത് തേച്ച് പിടിപ്പിക്കുക. ഇനി നിങ്ങൾക്ക് ഇത് ഹോട്ട് ഓയിൽ മസാജ് താല്പര്യമുള്ളവരൊക്കെ ആണെങ്കിൽ ഇത് ചേർത്തിട്ട് ചൂടാക്കേണ്ട ആവശ്യമില്ല. ഓയിൽ ആദ്യം ചൂടാക്കിയിട്ട് നമ്മുടെ മുടിയിലേക്ക് തേക്കാൻ ഒരു ചൂട് പാകത്തിനാവുമല്ലോ, ആ ഒരു സമയത്ത് ഈ ഒരു എസെൻഷ്യൽ ഓയിൽ നിങ്ങൾ ചേർത്തിട്ട് നിങ്ങൾ സ്കാൽപ്പിലേക്ക് നന്നായിട്ട് തേച്ച് കൊടുത്താൽ മതി കേട്ടോ. ഡീപ്പ് ഹെയർ ഓയിലിംഗ് ചെയ്യുമ്പോൾ അറിയാലോ, സ്കാൽപ്പിൽ എല്ലായിടത്തും നന്നായിട്ട് തന്നെ നിങ്ങൾ ഓയിൽ തേച്ച് പിടിപ്പിക്കുക. ബാക്കിയുള്ളത് നിങ്ങൾ മുടിയിലും കൂടി തേച്ച് കൊടുക്കുക.
അങ്ങനെ മുടിയിൽ സ്കാൽപ്പിൽ നന്നായിട്ട് തേച്ച് ചെറിയ രീതിയിൽ ഒരു മസാജിങ് ഒക്കെ കൊടുത്തിട്ട് നമുക്ക് മുടി കെട്ടി വെക്കാം കേട്ടോ. കെട്ടി വെച്ചിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ തണുപ്പൊന്നും പ്രശ്നമില്ലാത്തവരൊക്കെ ആണെങ്കിൽ ഒരു 15 മിനിറ്റ് നേരം വെച്ചിട്ട് കഴുകുക. പിന്നെ ഡീപ്പ് ഹെയർ ഓയിലിംഗ് ചെയ്യുന്ന ദിവസമാണ് നിങ്ങൾ ഇത് ഉപയോഗിക്കുന്നെങ്കിൽ മാത്രമല്ല, ഡീപ്പ് ഹെയർ ഓയിലിംഗ് ചെയ്യുന്ന ദിവസമാണെങ്കിൽ അന്നത്തെ ദിവസം നിങ്ങൾക്ക് കെമിക്കൽ ഷാമ്പു ഉപയോഗിച്ചിട്ട് മുടി കഴുകുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ ഡീപ്പ് ഹെയർ ഓയിലിംഗ് ചെയ്യാത്ത ദിവസം നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിൽ എടുത്ത് അതിനകത്തേക്ക് എസെൻഷ്യൽ ഓയിൽ ചേർത്തിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ റോസ്മേരിയുടെ എസെൻഷ്യൽ ഓയിൽ ഈ ഒരു രീതിയിലാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ നമ്മൾ അങ്ങനെ ഡെയിലി ഉപയോഗിക്കുന്ന അത്ര നല്ലതല്ല. ആഴ്ചയിൽ 1 തവണ അല്ലെങ്കിൽ 2 തവണ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. നമ്മുടെ ഹെയറിന് ഒരു റീഗ്രോത്ത് തരാനും ഹെയർ ഒക്കെ നല്ല ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും എസെൻഷ്യൽ ഓയിലുകൾ നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. അത് ഈ റോസ്മേരി എസെൻഷ്യൽ ഓയിൽ മാത്രമല്ല കേട്ടോ. നിങ്ങൾക്കിപ്പോൾ താരൻ്റെ പ്രശ്നമൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ നമ്മുടെ ടീ ട്രീ എസെൻഷ്യൽ ഓയിലില്ലേ, അത് നല്ലതാണ് കേട്ടോ. ഞാൻ ഇതിനു മുമ്പ് ഉപയോഗിച്ചിട്ടുണ്ട്. താരൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാനായിട്ട് ടീ ട്രീ എസെൻഷ്യൽ ഓയിൽ നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു സ്മെല്ല് പറയാതിരിക്കാൻ വേണ്ടി പറ്റില്ല കേട്ടോ. നമുക്ക് നല്ല സ്മെല്ലാണ്. അപ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ ഇഷ്ടമായിരിക്കും എല്ലാവർക്കും. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ആണെങ്കിൽ എസെൻഷ്യൽ ഓയിലൊക്കെ ഉപയോഗിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുക. ഞാൻ ബ്രാൻഡും കാര്യങ്ങളും ഒന്നും പറയുന്നില്ല. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾ റിവ്യൂസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു എസെൻഷ്യൽ ഓയിലൊക്കെ വാങ്ങിച്ച് ഉപയോഗിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. പക്ഷേ ഉപയോഗിക്കുന്നത് നല്ലതാണ്. നമ്മുടെ മുടിക്ക് സ്യൂട്ട് ആവുമെങ്കിൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് എന്തായാലും കിട്ടും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ റോസ്മേരി വാട്ടറിനെ കുറിച്ച് പറഞ്ഞു. റോസ്മേരിയുടെ എസെൻഷ്യൽ ഓയിൽ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ റോസ്മേരിയുടെ ഓയിൽ എങ്ങനെയാണ് ഹെയർ ഓയിലായിട്ട് എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നുള്ളത് ഞാൻ ഇതുവരെ ഉപയോഗിച്ച് നോക്കാത്തതുകൊണ്ടാണ് കേട്ടോ അതിൻ്റെ റിവ്യൂസും കാര്യങ്ങളും ഒന്നും ഞാൻ പറയാത്തത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ റോസ്മേരി വാട്ടർ ഇപ്പം ഞാൻ കാണിച്ചു തന്നത് നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ജെന്യുവൻ ആയിട്ടുള്ള റിവ്യൂ നിങ്ങൾ താഴെ കമൻറ്റിലൂടെ പറയുക. അത് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും നിങ്ങൾ എന്തായാലും കമൻറ്റിലൂടെ പറയുക കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് മുടി കഴുകുന്ന കാണിക്കുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ ഉപയോഗിക്കുന്ന ഷാമ്പു ഉപയോഗിച്ചിട്ട് മൈൽഡ് ആയിട്ടുള്ള ഒരു ഷാമ്പു ഉപയോഗിച്ചിട്ട് നല്ല വൃത്തിയായിട്ട് മുടി കഴുകി എടുത്താൽ മാത്രം മതി. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാൻ എസെൻഷ്യൽ ഓയിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വ്യക്തമാവാത്ത കാര്യമുണ്ട്, എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ ചോദിച്ചാൽ മതി. എനിക്കറിയാവുന്ന കാര്യമാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്കിനി അടുത്ത ദിവസം കാണാം.